ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ഗോൾഡ്മാൻ സാൻസ് എന്ന ബ്രോക്കേജ് ഏജൻസി SBI, യെസ് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്യുകയും HDFC ബാങ്കിനെയും ബജാജ് ഫിനാൻസിനെയും അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്ത ഒരു അപ്ഡേറ്റ്. ബാങ്കിംഗ് സെക്ടർ ഫേസ് ചെയ്യാൻ പോകുന്ന മൾട്ടിപ്പിൾ ചലഞ്ചസ് കണക്കിലെടുത്താണ് ഗോൾഡ്മാൻ സാൻസ് പ്രമുഖ സ്റ്റോക്കുകളെയൊക്കെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ്മാൻ സാൻസിൻ്റെ അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ബാങ്കിംഗ് സെക്ടറിലെ ഗോൾഡി ലോക്ക് പീരീഡ്, അതായത് ബാങ്കുകളുടെ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും ഉയരുന്ന പീരീഡ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഈ സെക്ടറിൽ മൾട്ടിപ്പിൾ ഹെഡ് വിൻഡുകൾ വന്നു തുടങ്ങി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ്മാൻ സാൻസ് പ്രമുഖ ബാങ്കിംഗ് കമ്പനികളുടെ ഏണിംഗ് എസ്റ്റിമേറ്റിൽ 5 മുതൽ 2% കുറവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഗോൾഡ്മാൻ സാൻസ് പറയുന്ന പ്രധാന ഹെഡ് വിൻഡുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഫണ്ടിംഗ് എൻവയോൺമെൻറ്റിലുണ്ടായ സ്ട്രക്ചറൽ ചേഞ്ചസ് മൂലം പല ബാങ്കുകളും കോസ്റ്റ് ഓഫ് ഫണ്ട് ഉയരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് കൺസ്യൂമർ ലിവറേജ് പൊസിഷൻസും കൺസ്യൂമർ ലിവറേജ് ലോണുകളും ഉയരുന്നത് ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റിയെ നെഗറ്റീവായി ബാധിക്കാനും ബാങ്കുകളുടെ ക്രെഡിറ്റ് കോസ്റ്റ് ഉയരാനും സാധ്യതയുണ്ട്. മൂന്നാമത്തേത്, എലിവേറ്റഡ് ഇൻഫ്ലേഷൻ മൂലം ബാങ്കുകളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉയരുന്നതും ഒരു പ്രധാന കൺസേൺ ആണ്. ഈ 3 കാരണങ്ങളാണ് ബാങ്കിംഗ് സെക്ടറിൽ വരാൻ പോകുന്ന ഹെഡ് വിൻഡായി ഗോൾഡ്മാൻ സാൻസ് പറഞ്ഞിരിക്കുന്നത്. 2020 മുതൽ 2024 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യൻ ബാങ്കുകളുടെ റിട്ടേൺ ഓൺ അസറ്റിൽ ഷാർപ്പ് ഗ്രോത്ത് കാണാൻ സാധിച്ചു. എന്നാൽ 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇത്രയും വലിയ ഗ്രോത്ത് പ്രതീക്ഷിക്കേണ്ട എന്നും ഇതുമൂലം ബാങ്കുകളുടെ മാർജിനിൽ പ്രഷർ വരാനും സാധ്യതയുണ്ട്. ഈ ഡേറ്റകളൊക്കെ പരിഗണിച്ചാണ് ഗോൾഡ്മാൻ സാൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും ICICI ബാങ്കിനെയും യെസ് ബാങ്കിനെയും ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും ICICI ബാങ്കിനും ബൈ എന്ന റേറ്റിംഗിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗും യെസ് ബാങ്കിന് ന്യൂട്രൽ എന്ന റേറ്റിംഗിൽ നിന്നും സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 4% ഇടിയാനും ICICI ബാങ്ക് 3% ഇടിയാനും യെസ് ബാങ്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 37% ഇടിയാനും സാധ്യതയുണ്ടെന്ന് ഗോൾഡ്മാൻ സാൻസ് പറയുന്നു. അതോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസിന് ന്യൂട്രൽ റേറ്റിംഗ് നൽകി 2% അപ്സൈഡ് പോസിബിലിറ്റിയാണ് ബജാജ് ഫിനാൻസിന് പറയുന്നത്. HDFC ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും 33% ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകി. ബാങ്കിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച കാനറ ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് നടക്കുകയാണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നേക്കും. 2017 ശേഷം ആദ്യമായിട്ടാണ് കാനറ ബാങ്ക് കോർപ്പറേറ്റ് ഇവൻ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കപ്പെടുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ PSU സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്ക് കൂടിയാണ് കാനറ ബാങ്ക്. പോസ്റ്റ് കോവിഡ് പീരീഡിന് ശേഷം സ്റ്റോക്ക് 625% റിട്ടേൺ ആണ് നൽകിയത്. 270 രൂപയിൽ നിന്നും 580 രൂപ വരെ സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 109% റിട്ടേണും 6 മാസം കൊണ്ട് 78% റിട്ടേണും നൽകി. 1 ലക്ഷം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 7.17. ബാങ്കിംഗ് സെക്ടർ കൂടാതെ തിങ്കളാഴ്ച നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സെക്ടറാണ് ടെക്സ്റ്റൈൽ സെക്ടർ. ടെക്സ്റ്റൈൽ മിനിസ്ട്രിയിൽ നിന്നും പുറത്തുവന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം വരുന്ന 3 മുതൽ 4 വർഷത്തിനുള്ളിൽ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഏകദേശം 95,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ടെക്സ്റ്റൈൽ സെക്ടർ 2.25 മില്യൺ ജോബുകളും ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിന് പിന്നിലെ കാരണമായി പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ PM മിത്ര പ്ലാനും PLI സ്കീമുമാണ്. ടെക്സ്റ്റൈൽ സെക്ടറിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പ്രകാരം 25,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് വരാൻ പോകുന്നത്. കൂടാതെ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത പ്രൈം മിനിസ്റ്റർ മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ പ്ലാൻ അല്ലെങ്കിൽ PM മിത്ര പ്ലാൻ പ്രകാരം ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് 70,000 കോടി രൂപയുടെ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇതുമൂലം ടെക്സ്റ്റൈൽ സെക്ടറിൽ 2 മില്യണിലധികം ഫ്രഷ് ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 2021 ഗവൺമെൻറ് 14 സെക്ടറുകളിൽ PLI സ്കീം പ്രഖ്യാപിച്ചത്. ടെലികോം, വൈറ്റ് ഗുഡ്, ടെക്സ്റ്റൈൽ, ഫാർമ, മെഡിക്കൽ ഡിവൈസ്, ഓട്ടോമൊബൈൽ, സ്പെഷ്യാലിറ്റി സ്റ്റീൽ, ഫുഡ് പ്രോഡക്റ്റ്, ഹൈ എഫിഷ്യൻസി സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസ്, അഡ്വാൻസ്ഡ് കെമിസ്ട്രി ആൻഡ് ഡ്രോൺസ് തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു ഗവൺമെൻറ് PLI സ്കീം പ്രഖ്യാപിച്ചത്. ഇനി PM മിത്ര പ്ലാൻ പ്രകാരം ഇന്ത്യയെ ഒരു ഗ്ലോബൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കിയും എക്സ്പോർട്ട് ഹബ്ബാക്കിയും മാറ്റാനാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി 7 ടെക്സ്റ്റൈൽ മെഗാ പാർക്കുകൾ സെറ്റപ്പ് ചെയ്യാനും ഗവൺമെൻറ് തീരുമാനിച്ചു. ആദ്യത്തെ പാർക്ക് സെറ്റപ്പ് ചെയ്യുന്നത് ഗുജറാത്തിലെ നവസാരിയിലാണ്. ആദ്യത്തെ പാർക്കിൻ്റെ ഇനാഗുറേഷൻ പ്രധാനമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഇനി തമിഴ്നാട്ടിലെ വിരുദ് നഗർ, തെലങ്കാനയിലെ വാറങ്കൽ, കർണാടകയിലെ കലാബുരാഗി, മധ്യപ്രദേശിലെ ധർ, ഉത്തർപ്രദേശിലെ
ലക്നൗ, മഹാരാഷ്ട്രയിലെ അമരാവതി തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് വരാൻ പോകുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യൻ GDPയുടെ 2.3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പോർട്ടും വർദ്ധിച്ചു വരികയാണ്. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടറിലും മെഡിക്കൽ അപ്പാരൽ സെക്ടറിലും ഇന്ത്യ അതിൻ്റെ പ്രസൻസ് ഉയർത്തുന്നുണ്ട്. $2.5 ബില്യൺ നിന്നും വരുന്ന 5 വർഷം കൊണ്ട് ഈ സെഗ്മെൻറ്റിലേക്കുള്ള എക്സ്പോർട്ട് $10 ബില്യൺ ഉയർത്താനും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നു. ടെക്സ്റ്റൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം മുൻ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടെക്സ്റ്റൈൽ സെക്ടറിൽ പ്രത്യേകിച്ചും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. കഴിഞ്ഞ വർഷം എക്സ്പോർട്ടിൽ നിന്നും $21.41 ബില്യൺ ജനറേറ്റ് ചെയ്ത സമയത്ത് ഇപ്രാവശ്യം $27.69 ബില്യൺ ജനറേറ്റ് ചെയ്തത്. എന്നാൽ പല രാജ്യങ്ങളുമായും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചതിൻ്റെയും ഡൊമസ്റ്റിക് ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പല പ്ലാനുകളും പ്രഖ്യാപിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ വരുന്ന 2 മുതൽ 3 വർഷങ്ങൾക്കുള്ളിൽ ടെക്സ്റ്റൈൽ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്